തെലുഗു ലിറ്ററേച്ചറാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. തെലുഗു ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഭാഷ സംസാരിക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദിക്കും ബംഗാളിക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്പീക്കേഴ്സ് ഉള്ള ഒരു ഭാഷയാണ് ഈ പറയുന്ന തെലുഗു. തെലുഗു ഭാഷ സംസാരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ന് ആന്ധ്ര രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, സീമാന്ധ്ര ആൻഡ് തെലങ്കാന. അപ്പൊ സീമാന്ധ്രയിലും തെലങ്കാനയിലായിട്ട് ഭാഷ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് തെലുഗു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പീക്കേഴ്സ് ഉള്ള ഭാഷയും കൂടിയാണെന്ന് അറിയുക. അപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ലിറ്റററി ട്രഡീഷൻ തന്നെ ഈ ഇന്ത്യൻ ലാംഗ്വേജ് ആയിട്ടുള്ള തെലുഗുവിന് ഉണ്ട്. അപ്പൊ തെലുഗുവിന്റെ നമ്മൾ ലിറ്റററി എവിഡൻസ് നോക്കുകയാണെങ്കിൽ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ടായെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ തെളിവുകൾ 7th സെഞ്ചുറി തൊട്ടുള്ള തന്നെ കിട്ടാൻ തുടങ്ങും. അതായത് 7ാം നൂറ്റാണ്ട് തൊട്ടേ തെലുഗു ഭാഷയിലുള്ള എഴുത്തുകൾ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു എപ്പിക് ലിറ്റററി ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഒരു തെലുഗു ഭാഷയുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് നന്നയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ വർക്കോട് കൂടിയിട്ടാണ്. അതുപോലെ തെലുഗുവിന്റെ ഭാഷയുടെ ആദ്യ കവിയായിട്ട് അറിയപ്പെടുന്നതും നന്നയ്യയെ തന്നെയാണ്. ഹി ഈസ് ദ ഫസ്റ്റ് പോയിറ്റ് ഇൻ തെലുഗു ലിറ്ററേച്ചർ. ഓക്കെ, അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് 10th 11th സെഞ്ചുറിയാണ്. അപ്പൊ ഒരു 10-11 നൂറ്റാണ്ടുകളിലായിരിക്കാം ഇദ്ദേഹം വർക്കുകൾ എഴുതിയിട്ടുണ്ടാവും. വേമാന വാസ് എ പ്രിൻസ് ഓൾസോ കോൾഡ് പേഡകോമാത്തി ആൻഡ് വേമറെഡ്ഡി ഹു ലിവ്ഡ് ഇൻ 14th സെഞ്ചുറി ഹു റോട്ട് പോയംസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ. അപ്പൊ വേമറെഡ്ഡി, അതുപോലെ തന്നെ പേഡക്കോമാട്ടി, വേമാന എന്ന് പറയുന്ന വ്യക്തി, ഇതൊക്കെ ഒരാളുടെ തന്നെ പേരാണ്. അദ്ദേഹം ഒരു പ്രിൻസ് ആണ്, ഒരു രാജകുമാരനാണ്. അദ്ദേഹം 14th സെഞ്ചുറിയിൽ തന്നെ സാധാരണക്കാരന്റെ ഭാഷയിൽ പോയംസ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി ക്വസ്റ്റ്യൻസ് ദ പ്രിവെയിലിംഗ് വാല്യൂസ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് ഇൻ ഹിസ് പോയം. അദ്ദേഹത്തിന്റെ പോയത്തിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ദ പ്രിവെയിലിംഗ് വാല്യൂസ്. വാല്യൂസ്, മൂല്യം, നമ്മുടെ ജീവിത മൂല്യങ്ങൾ. അതുപോലെ തന്നെ കൺവെൻഷൻസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്, നമ്മുടെ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ടാവും അല്ലെ, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഹിസ് ഫിലോസഫി മെയ്ഡ് ഹിം എ യുണീക് പോയിറ്റ് ഓഫ് ദി മാസസ്. അദ്ദേഹത്തിന്റെ ഫിലോസഫി, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തെ ഒരു വേറിട്ട വ്യക്തിയായിട്ട് തന്നെ അറിയപ്പെടുത്തി, അല്ലെങ്കിൽ അറിയപ്പെടാൻ കാരണമായിട്ട് മാറി. അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് വിശ്വനാഥ സത്യനാരായണ എന്ന് പറയുന്ന വെയ് പാടകളു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അദ്ദേഹവും. ഹി ഈസ് ദ പേഴ്സൺ ഹു ഫസ്റ്റ് റിസീവ് ദ ജ്ഞാനപീഠ് ഫോർ തെലുഗു ലിറ്ററേച്ചർ. സി നാരായണ റെഡ്ഡിക്ക് ശേഷം വിശ്വനാഥ സത്യനാരായണനാണ് ജ്ഞാനപീഠ പുരസ്കാരം തെലുഗുവിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ലിറ്ററേച്ചറാണ് ജ്ഞാനപീഠ പുരസ്കാരം തെലുഗുവിന് കിട്ടാൻ കാരണം. അതുപോലെ തന്നെ ശ്രീരംഗം ശ്രീനിവാസ റാവു, ശ്രീ എന്ന് വിളിക്കുന്ന ശ്രീരംഗം ശ്രീനിവാസ റാവു, ഹി ബോൺ ഇൻ 1910, വാസ് എ പോപ്പുലർ 20th സെഞ്ചുറി പോയറ്റ് ആൻഡ് എ ലിറിസിസ്റ്റ്. അദ്ദേഹം 20th നൂറ്റാണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വേർഡിംഗ് പോലെ പറയാം, ദ തെലുഗു ലിറ്റററി ബാൻഡ് വാഗൺ ദാറ്റ് ട്രാവൽഡ് ഇൻ റോഡ്സ് ഓഫ് കിങ്സ് ആൻഡ് ക്യൂൻസ് ഇൻ ടു ദാറ്റ് മഡി റോഡ്സ് ഓഫ് എ കോമൺ മാൻ. തെലുഗു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് രാജാവിന്റെ റോഡിൽ നിന്നും സാധാരണക്കാരന്റെ മണ്ണിട്ട റോഡിലേക്ക് വരെ എത്തുന്ന അത്രയും എല്ലാ മേഖലകളെയും ടച്ച് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ തെലുഗു ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾഡ് എറയില് Telugu literature has been enriched by many literary movements like Veerashaiva movement, which gave birth to Dvipada Kavitwam. Okay, Dvipada Kavitwam. അതായത് ഓൾഡ് എറയില് ഈ വീരവൈശ്യ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനെ ആരാധിക്കുക, വിഷ്ണുവിനെ ആരാധിക്കുക, അത്തരത്തിലുള്ളൊരു കാര്യം നിലനിന്നിരുന്നു. അപ്പൊ അതുവഴിയാണ് ദ്വിപാദ കവിത്വം എന്ന് പറയുന്ന ഒരു കപ്ലറ്റ് തന്നെ ഫോം ആകുന്നത്. അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തെലുഗു ലിറ്ററേച്ചറിന് കൊടുത്തിട്ടുണ്ട്. ഗേവ് ഇമ്മോർട്ടൽ കമ്പലേഷൻസ് ലൈക്ക് അന്നാമയ, ക്ഷേത്രയ്യ, ത്യാഗരാജ, കഞ്ചാർല ഗോപന്ന, രാമദാസു തുടങ്ങി ഒരുപാട് ആൾക്കാർ. ദ റിനൈസൻസ് മൂവ് ഹെറാൾഡഡ് ബൈ വേമാന സ്റ്റാൻഡ് ഫോർ ദി ഓൾഡ് തെലുഗു ലിറ്റററി മൂവ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ന്യൂ എറയിലേക്ക്, പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം റൊമാൻറ്റിക് മൂവ്മെന്റ് ഉണ്ട്,
പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള ലിറ്റററി ഫോംസ് തെലുഗുവില് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തെലുഗു റൈറ്ററിന്റെ പേര് പഠിക്കാം. ഒരു ഇന്ത്യൻ തെലുഗു റൈറ്റർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്റെ ഒക്കെ പേര് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ഫിക്ഷൻ ആൻഡ് പ്രോസ് ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ കാതുകുരി വീര സാലിംഗം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹി ഈസ് ദി പേഴ്സൺ ഹു ഇസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ തെലുഗു fiction. Kodavadi Gandhi Kutumbarao laid foundation for the realistic modern Telugu novel and short story. ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തിയാണ് തെലുഗു നോവൽ ഷോർട്ട് സ്റ്റോറിക്കൊക്കെ ഒരു റിയലിസ്റ്റിക് ഫീല് കൊണ്ടുവന്ന വ്യക്തി. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇന്നും തെലുഗു ലിറ്ററേച്ചറിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഉറുദു ലിറ്ററേച്ചറാണ് വരുന്നത്. ഉറുദു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് is a fine example of linguistic and cultural synthesis. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹിന്ദി പോലെയും എഴുതുമ്പോൾ അറബി പോലെയും തോന്നുന്ന ഒരു ഭാഷയാണ് ഉറുദു. ഓക്കെ, പറയുമ്പോൾ ഹിന്ദി തന്നെയാണ്, ചില വാക്കുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിക്കുന്ന ഒരു ഭാഷാപരമായിട്ടുള്ള കൾച്ചറൽ ഒരു മിക്സിംഗ് ആണ്. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അറബ് ആൻഡ് പേർഷ്യൻ വൊക്കാബുലറി ബേസ്ഡ് ഓൺ ഹിന്ദി ലാംഗ്വേജ് റിസൾട്ടഡ് ഇൻ ദ വാസ്റ്റ് ആൻഡ് എക്സ്ട്രീംലി ബിലവഡ് ക്ലാസ് ഓഫ് ഗസൽ ലിറ്ററേച്ചർ യൂഷ്വലി റിട്ടേൺ ബൈ മുസ്ലിംസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് റേഞ്ചിങ് ഫ്രം റൊമാൻസ് ആൻഡ് സൊസൈറ്റി ടു ഫിലോസഫി ആൻഡ് ഡിവോഷൻ ടു അല്ലാഹ്. അറബി ഭാഷയിൽ എഴുതുന്ന അല്ലെങ്കിൽ അറബി എഴുത്തിൽ എഴുതുന്ന ഹിന്ദി ലിറ്ററേച്ചറാണ് ഈ പറയുന്ന ഉറുദു എന്ന് പറയുന്നത്. അപ്പോൾ ഉറുദുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗസൽ, നമ്മൾ ഗസൽ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗസൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫോമാണ്. അപ്പൊ ഗസലുകൾ എഴുതപ്പെടാനും അത് പ്രധാനമായിട്ട് എഴുതുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അതിൽ നമുക്ക് കൂടുതലായിട്ട് ടോപ്പിക്കുകൾ കാണാൻ പറ്റുക റൊമാൻസ്, സൊസൈറ്റി ടു ഫിലോസഫി ഓഫ് ഡിവോഷൻ ടു അള്ളാഹ്. ദൈവത്തോടുള്ള സ്തുതി, പ്രധാനമായിട്ടും അള്ളാഹുവിനുള്ള സ്തുതിയായിട്ടും അതുപോലെ തന്നെ റൊമാൻസും സൊസൈറ്റീന്റെ ഫിലോസഫീസ് ഒക്കെയാണ് നമുക്ക് ഗസലിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഉറുദു സൂൺ ബിക്കം ദ കോർട്ട് ലാംഗ്വേജ് ഓഫ് മുഗൾസ് ആൻഡ് ഇൻ ദി ഹയർ ഫോംസ് വൺസ് ഇസ് കോൾഡ് കൊഹിനൂർ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി മുഗൾ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന ഒരു ഭാഷയാണ്. ഒരു ഹൈ ക്ലാസ് ഭാഷയായിട്ട് തന്നെ ഉറുദുവിനെ കൺസിഡർ ചെയ്തിരുന്നു. കൊഹിനൂർ ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉറുദു ലിറ്ററേച്ചർ ഫിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഉംറാവു ജാൻ അദ ഓഫ് മിർസ ഹാദി റുസ്വ is the first significant Urdu novel. ഉംറാവു ജാൻ അദ ഓഫ് മിർസ ഹാദി റുസ്വയുടെ ഉംറാവു ജാൻ ആദ എന്ന് പറയുന്ന നോവലാണ് ഉറുദുവിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത്. പ്രേംചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിസ് ദ ഫാദർ ഓഫ് ഉറുദു ഫിക്ഷൻ. ആൻഡ് ഹിസ് നോവൽ ഗോദൻ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ലൈക്ക് കാഫൻ, അതൊക്കെ അദ്ദേഹത്തിന്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് എഴുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോവലുകൾ, ഉറുദു ഗസലുകൾ ഒക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഉറുദു ലിറ്ററേച്ചറിന്റെ ഭാഗമാണെന്ന് അറിയുക. അടുത്തത് നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഫോറിൻ ലാംഗ്വേജസിൽ നോക്കാം. ഇന്ത്യൻ പേർഷ്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഏർലി മുസ്ലിം പീരിയഡിൽ പേർഷ്യൻ ബിക്കേം ദി ലിംഗ്വ ഫ്രാങ്ക ഓഫ് സബ് കോണ്ടിനെന്റ് യൂസ്ഡ് ബൈ ദി മോസ്റ്റ് ഓഫ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ബൈ ദി ഗവൺമെന്റ്. അപ്പൊ പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു ബ്രിഡ്ജ് ലാംഗ്വേജ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിലെ വിദ്യാഭ്യാസം ഒരുപാടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഈ ഒരു ഭാഷയാണ്. അതുപോലെ തന്നെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭാഷയും കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മുഗൾസ് യൂസ് ചെയ്തിരുന്നു ഉറുദു. അതുപോലെ തന്നെ മറ്റു പല ഭാഷകളും ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടും ട്രേഡ് ആൻഡ് കൊമേഴ്സ് കാരണമൊക്കെ ഇതൊരു പ്രധാന ഭാഷയായിട്ട് തന്നെ മാറി. അത് നമുക്ക് ഇന്നും കാണാൻ പറ്റും. ഇന്ത്യൻ ഭാഷകളിൽ അറബി പോലെയുള്ള പേർഷ്യൻ ഭാഷയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.